പെട്രോൾ, ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് സിപിഐ പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് കത്തിച്ച് പ്രതിഷേധിച്ചു. പൂവത്തിങ്കൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം സൊസൈറ്റി ജംഗ്ഷനിൽ സമാപിക്കുകയും തുടർന്ന് പാഷൻ പ്രോ ബൈക്ക് പരസ്യമായി കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ബൈക്ക് കത്തിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക പ്രതിഷേധം സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി.എം. ടെൻസൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി കെ.ആർ. സജീവൻ അധ്യക്ഷത വഹിച്ചു. വി.കെ. സുനിൽകുമാർ, ഷൈനി അശോകൻ, നൈനതാര ചാഥൻ, കെ.ജി. തോമസ്, ആന്റു കളത്തിങ്കൽ, അക്ഷയ് സുരേഷ്, സുജിത് പി.എസ്. എന്നിവർ സംസാരിച്ചു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ധനവിലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മൾ സമരം നടത്തുകയാണ്. പ്രതിഷേധ പ്രകടനവും ഈ വാഹനം ഇവിടെ പരസ്യമായി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ്. 3-4 വർഷം ഇതുപോലെ തന്നെ ഇന്ധനവില ഓരോ ദിവസവും ഇങ്ങനെ ക്രമാതീതമായി 1 രൂപയും 80 പൈസയും 30 പൈസയും ഒക്കെ ഇങ്ങനെ കൂട്ടി വലിയ രീതിയിലേക്ക് വില വർധന നടത്തിയപ്പോൾ നമ്മളിതുപോലെ തന്നെ ഒരു ബൈക്ക് കത്തിച്ച് നമ്മൾ പ്രതീകാത്മകമായി പ്രതിഷേധിച്ചിട്ടുള്ളതാണ്. അന്ന് ഈ ബൈക്ക് കത്തിച്ച കാര്യം ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പ്രചരിപ്പിച്ചപ്പോൾ അതിനിടയിൽ ആൾക്കാർ വന്ന് കമന്റ് ചെയ്തത് ഞാനിപ്പോ ഓർക്കാം. അന്ന് പറയാണ്, ഇതൊക്കെ തന്നെ ശരിയാണോ, ബൈക്കൊക്കെ കത്തിക്കാൻ പാടുണ്ടോ, ഇതൊക്കെ തന്നെ ക്രൂരതയാണ് എന്നുള്ള രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടായി. ഇത് പ്രതീകാത്മകമായിട്ടാണ് ഈ ബൈക്ക് കത്തിക്കുന്നത്. ജീവിക്കാനായിട്ട് ഇവിടെ യാതൊരുവിധ നിവൃത്തിയുമില്ലാത്ത സാഹചര്യമാണ്. നമുക്കറിയാം, പെട്രോളിന്റെയും ഡീസലിന്റെയും വില 100 രൂപ കവിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില വാണംകുറ്റി പോലെ ഉയരുകയാണ്. ഇന്നലെ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭരിച്ചപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രിയായ സതീശ മേനോനടക്കം പറഞ്ഞിരുന്നത് സെസ് കുറയ്ക്കുക. ഇടതുപക്ഷ സർക്കാർ ഈ ഇന്ധനത്തിനുള്ള സെസ് കുറയ്ക്കാനാണ് പറഞ്ഞിരുന്നത്. നമ്മളിപ്പോ സതീശ മേനോന്റെ മന്ത്രിസഭയോട് സെസ് കുറയ്ക്കാനൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ അധികാരം നഷ്ടപ്പെട്ടിട്ട് 3-4 മാസമായിട്ടുള്ളൂ. വീണ്ടും നമ്മൾ ചെയ്യാത്ത കാര്യം ഇപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന RSSും കേരളം ഭരിക്കുന്ന UDFും ഒറ്റക്കെട്ടാണ് ഈ ഇന്ധന വിലയുടെ കാര്യത്തില്, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെടുക്കുന്ന നയങ്ങളുടെ കാര്യത്തില്, മറ്റ് എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസിന് യാതൊരു പ്രതിഷേധവുമില്ല. കോൺഗ്രസ് കൈകെട്ടി നിൽക്കുകയാണ്. ഇത്രയും വലിയ രീതിയിൽ ഈ വിലവർദ്ധനവ് നടപ്പിലാക്കിയപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ്, ഈ വിലയുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പ്രതിഷേധിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരാളും കാണില്ല. കാരണം ഇത് വലിയ രീതിയിലുള്ള ഡീലാണ്. ഈ രാജ്യം കത്തി നശിച്ചാലും വില കയറ്റം കൊണ്ട് പുറകുമുട്ടിയാലും മനുഷ്യൻ ചത്തൊടുങ്ങിയാലും കോൺഗ്രസ്സുകാരൻ ഉണ്ടില്ല. കോൺഗ്രസ് BJPക്കെതിരെ പറയില്ല, കോൺഗ്രസ് കേന്ദ്രത്തിനെതിരെ പറയില്ല. ഇവരെല്ലാം തന്നെ ബായിയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ നോക്കി സെസ് കുറയ്ക്കാൻ പറഞ്ഞ കോൺഗ്രസ്സുകാരാ, കഴിവുണ്ടെങ്കിൽ ആണത്തമുണ്ടെങ്കിൽ നിങ്ങൾ സെസ് കുറയ്ക്കാൻ തയ്യാറാകണം. ഞങ്ങളതൊരു ചലഞ്ചായിട്ട് പറയുന്നില്ല. ഈ നാട്ടിലെ സാധാരണക്കാരന് ജീവിക്കണം, പാവപ്പെട്ടവന് ജീവിക്കണം. ജീവിക്കാനായിട്ട് യാതൊരുവിധ ഗതിയും കെട്ടില്ലാത്ത സമയത്താണ് ഇങ്ങനെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില യാതൊരു തരത്തിലുള്ള യാതൊരു ചോദ്യങ്ങളുമില്ലാതെ യാതൊരുവിധ ആലോചനകളുമില്ലാതെ കൂട്ടിക്കൊടുക്കുകയാണ്. കുത്തക കമ്പനികൾക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യം ഭരിക്കുകയാണ് RSS. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അവര് ഈ മുട്ടിലഴയാൻ പറഞ്ഞാല് എഴയുന്ന തരത്തില് രാജ്യത്തിന്റെ ഭരണാധികാരികൾ മാറുകയാണ്. അതിനെതിരെയാണ് ഈ ബൈക്ക് കത്തിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ ഈ ബൈക്ക് കത്തിക്കുന്നത്. ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ബൈക്ക് കത്തിക്കുന്നത്. നാളെ ഈ മണ്ണില് സ്വസ്ഥമായ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ക്രൂരമായ നടപടിയിലേക്ക് ഈ പുതിയ ബൈക്ക് കത്തിച്ചുകൊണ്ട് ഞങ്ങളിത് പ്രതിഷേധിക്കുന്നത്.